ഓ നിങ്ങൾ ആരെങ്കിലും കണ്ണൂർ കോക്ടെയിൽ കുടിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്ക് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമായ സാധനം എന്തൊക്കെയാണ്, എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കിതിന് ആവശ്യം പഴുത്ത പപ്പായയാണ് കേട്ടോ. അത് ഇതാ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പപ്പായ ഇല്ലയെന്ന് എഴുതിയിട്ട് ആരും വിഷമിക്കേണ്ട, ക്യാരറ്റ് എടുക്കുക കേട്ടോ. ക്യാരറ്റ് വേവിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി രണ്ടും മിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ പപ്പായയാണ് എടുത്തിട്ടുള്ളത്. പപ്പായ മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പാലല്ല അതിലേക്ക് ചേർക്കേണ്ടത്, വാനില ഐസ്ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻസുകൾ വരുന്നത്. നമ്മുടെ മാതള നാരങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഓരോ ബൈറ്റിലും നമുക്കത് കഴിക്കാൻ കൂടെ കിട്ടും. കൃഷ്ണേട്ടൻ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും കൊണ്ടുവന്ന് തരാറുള്ള ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്ക് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.